നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കോഴിക്കോട് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വൊക്കേഷണൽ ഗൈഡൻസ് ഓഫീസർ കൂടാതെ ഇന്ത്യയിലെ ആദ്യ കരിയർ ഡെവലപ്മെന്റ് സെന്ററായ പേരാമ്പ്ര കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെ സെന്റർ ഹെഡുമായ പി രാജീവൻ സാറാണ്. സർ, സ്വാഗതം. സർ, ഇപ്പോൾ നമ്മുടെ +2 എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കുട്ടികൾ എങ്ങനെയാണ് കരിയർ പ്ലാൻ ചെയ്യേണ്ടത്? ഇപ്പോൾ അവർക്ക് കൊടുക്കാവുന്ന ഒരു ഉപദേശം എന്താണ്? വെരി ഗുഡ്. വളരെ നല്ല ക്വസ്റ്റ്യനാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ ഒരു പൊതുസ്ഥിതി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, +2 റിസൾട്ട് വരുന്ന കാലയളവ് കേരളം ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലാണെന്ന് പറയാം. എല്ലാ വീടുകളിലും വലിയ തോതിലുള്ള ആകാംക്ഷയും ഭയവും ടെൻഷനും ഒക്കെ ധാരാളമുണ്ട്. ഇത് ശരിയായ കരിയർ പ്ലാനിങ്ങിൻ്റെ അഭാവവും കാര്യങ്ങളെ സംബന്ധിച്ച് വേണ്ടത്ര മനസ്സിലാക്കാത്തതിൻ്റെ പ്രശ്നങ്ങളും അനാവശ്യമായിട്ടുള്ള വലിയ സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്നതിൻ്റെയൊക്കെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഒരു ചെറിയ 1-2 കാര്യങ്ങൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാം. ഇപ്പോൾ +2 സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ബയോളജിക്കൽ സയൻസും മാത്സും, അതായത് ബയോ മാത്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള എൻട്രൻസ് പരീക്ഷകളെയാണ് കുട്ടി അഭിമുഖീകരിക്കുക സ്വാഭാവികമായിട്ടും. പ്രധാനമായിട്ടും ബയോളജിക്കൽ സയൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള നീറ്റ്, അതേപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ എൻട്രൻസ്, ജിമ്മറിൻ്റെ എൻട്രൻസ്, അതുപോലെ CMC വെല്ലൂരിൻ്റെ എൻട്രൻസ്, ഇതൊക്കെ ബയോളജിക്കൽ സയൻസുമായി ബന്ധപ്പെട്ടതാണ്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട എൻട്രൻസ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് സൈഡിലാണ്. അത് നേരത്തെ സൂചിപ്പിച്ചു, അത് JEE ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കുട്ടി 2 തരത്തിലുള്ള പ്രവേശന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം. പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ഒരു കാര്യം, കുട്ടികൾ എൻട്രൻസ് പരീക്ഷാ കോച്ചിങ് സെൻ്ററുകളിലേക്ക് +2 പഠനം തന്നെ മാറ്റിയിരിക്കുകയാണ്. അങ്ങനൊരു പ്രവണതയുണ്ട്. എന്നാൽ ഭൂരിപക്ഷം കുട്ടികളും അവിടെ എത്തിപ്പെടുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യാവുന്നത് ചെറിയ ചെറിയ പ്രാദേശികമായിട്ടുള്ള ചെറിയ പരിശീലന കേന്ദ്രങ്ങളിൽ നിന്നുകൊണ്ട് പഠിക്കുകയും ട്യൂഷൻ്റെ ഭാഗമായിട്ട് എൻട്രൻസിന് കൂടി പ്രിപ്പയർ ചെയ്യുന്ന രീതിയാണ് നിലവിലുള്ളത്. എന്താണ് ഇത്തരം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് കൂടി നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ നല്ല പ്രവേശന പരീക്ഷാ പരിശീലന കേന്ദ്രങ്ങളിൽ എത്തിപ്പെടുന്ന കുട്ടികളാണ് മുടുക്കന്മാരെന്നും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ധാരാളം കുട്ടികളുണ്ട്. അവരുടെ മുമ്പിൽ എൻ്റെ അഭിപ്രായത്തിൽ, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, അവർക്ക് വേണമെങ്കിൽ ഒരു ക്രാഷ് പ്രോഗ്രാമിന് പ്രധാനപ്പെട്ട കോച്ചിങ് സെൻറ്ററിലേക്ക് പോകാം. അതാണ് ഒരു വഴിയാണ്. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് അവർക്ക് 1 വർഷം പൂർണ്ണമായിട്ടും ഒരു നല്ല പരിശീലന കേന്ദ്രത്തിലേക്ക് പോകുക എന്നുള്ളത് തന്നെയാണ്. എൻട്രൻസിന് വിജയിക്കുക എന്ന് പറയുന്നതിനകത്ത് പരിശീലനം അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നാൽ എൻട്രൻസ് പരീക്ഷകളുടെയൊക്കെ അടിസ്ഥാനമായി 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന് നോളജാണ്, രണ്ടാമത്തത് സ്കില്ലാണ്. നോളജ് എന്ന് പറയുന്നത് നമുക്ക് ബുക്കിലൂടെയും ക്ലാസ്സുകളിലൂടെയും ലഭിക്കുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചുമുള്ള ആധികാരിക വിജ്ഞാനമാണ്. എന്നാൽ ഇത് എക്സ്പ്രസ് ചെയ്യുന്ന രീതിയാണ് സ്കില്ലിലൂടെ വെളിവാകുന്നത്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, സൈക്ലിംഗ് ഒരു സ്കില്ലാണ്, ഡ്രൈവിംഗ് ഒരു സ്കില്ലാണ്, ഈ സ്വിമ്മിങ് ഒരു സ്കില്ലാണ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഒരു സൈക്കിൾ എടുത്ത് ഓടിച്ചു പോകാനൊന്നും കഴിയില്ല. സൈക്ലിംഗ് പഠിച്ചതിന് ശേഷം മാത്രമേ സൈക്കിൾ ഓടിക്കാൻ കഴിയൂ. ഈ തരത്തിലുള്ള ഒരു സ്കില്ല് എൻട്രൻസ് പരീക്ഷയ്ക്കും അനിവാര്യമാണ്. അപ്പോൾ എന്താ അർത്ഥം? ഈ എൻട്രൻസ് പരീക്ഷ ആകുമ്പോഴേക്ക് തന്നെ കുട്ടി കൃത്യമായി അതേപോലുള്ള നിരവധി പരീക്ഷകൾ എഴുതി ശീലിക്കുക തന്നെ വേണം. ഇതാണ് എൻട്രൻസ് പരീക്ഷാ കേന്ദ്രങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത്, യാതൊരുവിധ കോച്ചിങ്ങും ഇല്ലാതെ നമുക്ക് എൻട്രൻസ് പരീക്ഷ പാസ്സായി കളയാമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ അഥവാ എൻട്രൻസ് കോച്ചിങ് സെൻറ്ററുകളിൽ പോകുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, പഠിക്കുന്നതോടൊപ്പം തന്നെ സമാന മാതൃകയിലുള്ള ചോദ്യങ്ങൾ സമയപരിധിക്കുള്ളിൽ എഴുതി ശീലിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അല്ലാതെ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. പ്രധാനമായും 3 സ്കില്ലാണുള്ളത്. ചോദ്യങ്ങൾ വളരെ വേഗത്തിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുക, രണ്ടാമത്തത് 4 ഓപ്ഷനിൽ നിന്ന് ശരിയായ ഉത്തരം വേഗത്തിൽ തിരഞ്ഞെടുക്കുക, മൂന്നാമത്തത് നീറ്റ് പരീക്ഷയൊക്കെ ആണെങ്കിൽ സ്വാഭാവികം ബബ്ലിംഗ് എന്ന് പറയുന്നത്, അതിന് പോലും നമുക്ക് എന്തുകൊണ്ടും ശീലങ്ങൾ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ശരി, ഇതാണ് എൻട്രൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുരുക്കത്തിൽ സൂചിപ്പിക്കാനുള്ള കാര്യം. കുട്ടികൾക്ക് വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഒരു 1 ഇയർ റിപ്പീറ്റ് ചെയ്യുന്നതിനോട് വ്യക്തിപരമായി നമുക്ക് ആർക്കും എതിർപ്പൊന്നുമില്ല. കാരണം 2 കാര്യങ്ങളാണ്. ഒന്ന്, പൂർണ്ണമായും എൻട്രൻസിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ കോച്ചിങ് ചെയ്യുകയാണെങ്കിൽ പക്ഷേ വിജയിച്ചേക്കാം. രണ്ടാമത്തെ കാര്യം, കുറേ വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഒരു തവണ കൂടി ശ്രമിച്ചില്ലല്ലോ എന്ന സങ്കടം ഒഴിവാക്കാനും ഇത് ഉപകരിക്കും. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു തവണ കഴിഞ്ഞ് വീണ്ടും എൻട്രൻസിന് പോവുക എന്ന് പറയുന്നത് ശരിയായൊരു നിലപാടല്ല എന്നുകൂടി എനിക്ക് വിദ്യാർത്ഥികളോട് ഉപദേശിക്കാനുണ്ട്. ശരി, എൻട്രൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇത്രയുമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി മറ്റൊന്ന്, ഇനി നിങ്ങൾ അടുത്തതായിട്ട് എന്താണ് നിങ്ങളുടെ പ്രോഗ്രാം?
ഇപ്പോൾ MBBS ആണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്ന് കരുതിക്കോ, MBBS കിട്ടുന്നില്ല, ഒരു തവണ റിപ്പീറ്റ് ചെയ്തു, വീണ്ടും അതിൻ്റെ പിന്നാലെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ വിഡിത്തമാണ്. അത് കളഞ്ഞേക്കണം. MBBS ഒന്നും അല്ല ലോകത്തിലെ ഏറ്റവും മികച്ച കോഴ്സുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് BTech ഡിഗ്രി ഇത് മാത്രമാണ് ഏറ്റവും വലിയ സാധ്യത എന്നൊക്കെ നമ്മൾ വിലയിരുത്തുന്നത് തെറ്റായ നിലപാടാണ്. ഉടനെ തന്നെ നമുക്ക് മറ്റു മേഖലകളിലേക്ക് കടക്കാൻ കഴിയണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ +2 പരീക്ഷ എഴുതുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? നീറ്റിന് രജിസ്റ്റർ ചെയ്യണം, കീമിന് രജിസ്റ്റർ ചെയ്യണം, ഈ JEE പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം. ഇത് മാത്രം ചെയ്താൽ പോരാ. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള അപേക്ഷകൾ കൂടി സമർപ്പിക്കേണ്ട സമയം ഇതാ. പരീക്ഷ റിസൾട്ടൊന്നും ആരും വെയിറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ആപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നോക്കൂ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ വിളിച്ചു കഴിഞ്ഞു. അലിഗർ മുസ്ലിം സർവകലാശാലയുടെ ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ധാരാളം പരീക്ഷകൾ വരാൻ വേണ്ടി പോവുകയാണ്. ബിറ്റ്സ് നേരത്തെ ഞാൻ പറഞ്ഞു, ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, എഞ്ചിനീയറിംഗ് മാത്രമല്ല ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളുണ്ട്. പ്രത്യേകിച്ച് സയൻസിൽ, ഫിസിക്സിൽ, മാത്സിൽ, എക്കണോമിക്സിൽ ഇതിലൊക്കെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളുണ്ട്. അവരുടെ ഡേറ്റ് ഇപ്പോൾ നിൽക്കുകയാണ്. ഇനി വരാനിരിക്കുന്നത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ വലിയ സർവകലാശാലയാണ്. അതേപോലെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി വലിയ കേന്ദ്ര സർവകലാശാലയാണ്. അതേപോലെ കുസെറ്റ് എന്ന് പറയുന്നുണ്ട്, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ എന്ന് പറയും. ഇന്ത്യയിൽ പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ള 11 സർവകലാശാലകളിലേക്കുള്ള കോമൺ എൻട്രൻസ് ടെസ്റ്റിനെയാണ് കുസെറ്റ് എന്ന് വിളിക്കുന്നത്. CUCET എന്നാണ് പറയുക. ഇതിൻ്റെ അപ്ലിക്കേഷൻ വിളിക്കാൻ പോകുന്നേ ഉള്ളൂ. പല കുട്ടികളും ഇതിനെക്കുറിച്ച് വേണ്ടത്ര ധാരണ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അവരിതിൻ്റെ അപ്ലിക്കേഷൻ കൊടുത്തോളണം. അങ്ങനെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് 3 യൂണിവേഴ്സിറ്റിയും 3 സബ്ജക്റ്റും അതിനകത്ത് ഓപ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി, കുസെറ്റ്, പിന്നെ വരുന്നതാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ ഒന്നാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളാണ് ഇന്ന് ഇന്ത്യയിൽ ടോപ്പ് ലെവലിൽ നിൽക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ്, ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, അതേപോലെ തന്നെ ലേഡി ശ്രീറാം കോളേജ്, ഹിന്ദു കോളേജ്. ഇതൊക്കെ ഇന്ത്യയിലെ മഹാരഥന്മാരെ സംഭാവന ചെയ്ത ക്യാമ്പസുകളാണ്. അപ്പോൾ ഹിന്ദു കോളേജിൽ അല്ലെങ്കിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അപ്ലിക്കേഷൻ കൊടുക്കണം. ഇപ്പം നിലവിൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രവേശനം, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ സെൻറ്റ് സ്റ്റീഫൻസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ 99% മാർക്ക് വേണമെന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ശ്രദ്ധേയമായൊരു വാർത്ത വരുന്നത് ഈ വർഷം മുതൽ അവർ എൻട്രൻസിലേക്ക് കടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എൻട്രൻസിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് MBBS-നോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിനോ കിട്ടുമോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. പക്ഷെ അപ്ലിക്കേഷൻ എല്ലാം കൊടുത്തു വെക്കണം. പല കുട്ടികൾക്ക് സംഭവിക്കാവുന്ന ഒരു വലിയ പെശക് പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് +2 റിസൾട്ട് വന്നതിന് ശേഷമാണ് ഇത്തരം യൂണിവേഴ്സിറ്റികളിലേക്ക് വിളിക്കുക എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവർക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുള്ളത്, ഞാൻ കേരളത്തിലെ സർവകലാശാലകൾ മറന്നുകൊണ്ടല്ല ഇത് പറയുന്നത്. കേരളത്തിലെ സർവകലാശാലകളിലും കോളേജുകളിലും നിർബന്ധമായി അപേക്ഷ കൊടുത്തിരിക്കണം. അതൊക്കെ റിസൾട്ട് വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു ഉപദേശം എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, പ്രായോഗികമായി ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം, ഈ വേണ്ടത്ര ശ്രദ്ധ ഒരു മാനേജ്മെൻറ്റ് ഇത്തരം അപേക്ഷ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാരൻസിൻ്റെ ഭാഗത്തുനിന്നോ കുട്ടികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഒരു 100 പേജിൻ്റെ നോട്ട്ബുക്ക് വാങ്ങി അതിനകത്ത് കുറച്ച് കള്ളികൾ വരച്ചുകൊണ്ട് ഇതെല്ലാം കൃത്യമായി നോട്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ടാവണം. അതിന് വേണ്ടത് ഒരു ക്രമനമ്പർ എഴുതുക, യൂണിവേഴ്സിറ്റിയുടെ പേര് എഴുതുക, അവസാനത്തെ ഡേറ്റ് എഴുതുക, അത് കഴിഞ്ഞ് യൂസർ ID-യും പാസ്വേഡും എഴുതി വെക്കുക. ഈ ഒരു ക്രമം പാലിച്ചു പോകണം. എമൗണ്ട് അടച്ചതിൻ്റെ ഡീറ്റെയിൽസ്, അയച്ചില്ലയോ എന്നുള്ളതിൻ്റെ ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ എഴുതി പോവുകയാണെങ്കിൽ ഏതെല്ലാം ഞാൻ അയച്ചു, ഏതെല്ലാം അയച്ചില്ല എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ കുട്ടിക്ക് കിട്ടും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് എല്ലാ പാരൻസും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്.